കോട്ടയം പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. അകലക്കുന്നം സ്വദേശി ജെയ്സൺ തോമസാണ് ഗൃഹനാഥൻ. കട്ടിലിൽ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹം. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു ഈ ഒരു അരുംകൊല ദാരുണാന്ത്യം? മറ്റു വിവരങ്ങൾ കൂടി. ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. 5 പേരാണ്, ഒരു കുടുംബത്തിലെ 5 പേരാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാലാ പൂവരണിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് ഈ കുടുംബത്തിലെ 5 പേർ മരിച്ചത്. ഈ 3 പേരെയും, അതായത് ഭാര്യയെയും 2 മക്കളെയും 3 മക്കളെയും കൊലപ്പെടുത്തിക്കൊണ്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തതായാണ് വിവരം. അകലക്കുന്നം ഞണ്ടുപാറ സ്വദേശിയായിട്ടുള്ള ജെയ്സൺ തോമസ് ആണ് ഈ ഗൃഹനാഥൻ. മറ്റുള്ളവരെയെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നടത്താവുന്ന നിഗമനം, പ്രാഥമികമായിട്ടുള്ള നിഗമനം. പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അകലക്കുന്നം ഞണ്ടുപാറം സ്വദേശിയാണ് ഈ ഗൃഹനാഥനായിട്ടുള്ള ജെയ്സൺ തോമസ്. പൂവരണിയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനുള്ളിൽ കട്ടിലിൽ വെട്ടേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം മൃതദേഹം കിടന്നിരുന്നത്. ഇപ്പോൾ പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. പ്രദേശത്ത് നിന്ന് തെളിവുകൾ. മിഥുൻ, ഈ അരുംകൊലയിലേക്ക് നയിച്ച സാഹചര്യം നാട്ടുകാരും ബന്ധുക്കളും പരിസരവാസികളും അടക്കം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ? കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇത്തരത്തിൽ കൃത്യത്തിന്റെ പിന്നിൽ ഉണ്ടാകാമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത്. പക്ഷെ എന്താണ് എന്ന തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇവർക്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള കൃത്യത്തിലേക്ക് ജെയ്സിനെ നയിച്ചത് എന്നുള്ളത് ആണ് അറിയേണ്ടത്. മാത്രമല്ല, മറ്റ് ഏതെങ്കിലും ബാഹ്യ ഇടപെടലുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ 5 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. കൊലപാതകം നടത്തിയതിനു ശേഷം, മറ്റുള്ളവരെല്ലാം കൊന്നതിന് ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ ഇവർ പൂവരണിയിൽ, അകലക്കുന്നം സ്വദേശിയാണ് ജെയ്സൺ. പൂവരണിയിൽ, അതായത് പാലായിലെ പൂവരണിയിൽ ഇവർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടെല്ലാം ബന്ധുക്കളെല്ലാം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവരം അറിഞ്ഞ്. ഏതായാലും വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പാലാ പൂവരണിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ 5 പേർ മരിച്ചിരിക്കുന്നു. കോട്ടയം പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.